റിയോ ഡി ജനീറോയിൽ ഇപ്പോൾ ബ്രിക്സ് ഉച്ചകോടി നടക്കുകയാണ്. ഇതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പഹൽഗാം ആക്രമണത്തിൻ്റെ കാര്യം എടുത്തിട്ടു. അപ്പോൾ സംയുക്ത പ്രസ്താവനയിൽ അതിനെ വളരെ രൂക്ഷമായി വിമർശിച്ചു. അതായത് ഇന്ത്യയുടെ ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിൽ ഈ രാജ്യങ്ങളെല്ലാം ഒപ്പം ചേരുന്നു. അപ്പോൾ ആ ബ്രിക്സ് ഉച്ചകോടിയിൽ ചൈനയുമുണ്ട്, റഷ്യയുമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ മോദിയുടെ നിലപാടിനെ ഇവർ പിന്തുണയ്ക്കുക? അല്ല, അതൊരു അവർ നേരത്തെ മുതൽ അക്കാര്യത്തിൽ ഡിഫെൻസീവിലായിരുന്നു. ഈ SCO മീറ്റിംഗ് ഉണ്ടായിരുന്നല്ലോ, അതെ, ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ. അതിൽ രാജ്നാഥ് സിംഗ് ആ ജോയിൻറ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ ഒപ്പുവയ്ക്കാൻ വിസമ്മതിച്ച്. അപ്പോൾ അതൊരു മോശമായി പോയി. മറ്റുള്ളവരെല്ലാം പറഞ്ഞാണ് നിങ്ങൾ ചെയ്തത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞു. അന്ന് ചൈന ഒരു ടഫ് സ്റ്റാൻഡ് എടുത്തുകൊണ്ടാണ്, അല്ലാതെ പാകിസ്ഥാൻ്റെ ഗുണം കൊണ്ടൊന്നും അല്ല. ചൈന ടഫ് സ്റ്റാൻഡ് എടുത്തുകൊണ്ടാണ് ആ പ്രമേയം പരാജയപ്പെട്ടത്. അപ്പോൾ ഇപ്പോൾ ഇവിടെ അത് കോമ്പൻസേറ്റ് ചെയ്യാം എന്ന് ചൈന വിചാരിച്ചു കാണും. കാരണം മോർ ആൻഡ് മോർ ഇന്ത്യ അഗ്രസീവായിട്ട് ചൈനയുടെ അടുത്ത് പെരുമാറുന്നു. പണ്ട് നമ്മളിങ്ങനെ പെരുമാറിക്കൊണ്ടിരുന്നതല്ല. നിവൃത്തിയുണ്ടെങ്കിൽ ചൈനയെ ഒഴിവാക്കി മിണ്ടാതെ അങ്ങനെ പോകുന്നതായിരുന്നു നമ്മുടെ സ്റ്റൈല്. പക്ഷേ ചൈന കൂടുതൽ ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് നമ്മളങ്ങോട്ട് പ്രയോഗിക്കാൻ തുടങ്ങി. അതിൻ്റെ ഒരുപക്ഷെ ആദ്യത്തെ വെടിപൊട്ടിച്ചത് നമ്മുടെ ഡെപ്യൂട്ടി ആർമി ചീഫ് രാഹുൽ ആർ സിംഗ്. അദ്ദേഹം ഫിക്കിയുടെ ഒരു യോഗത്തിൽ പ്രസംഗിച്ചു. സാധാരണ സിറ്റിംഗ് ഓഫീസേഴ്സ്, ആർമിയിലെ സെർവിങ് ഓഫീസേഴ്സ് അങ്ങനെ പ്രസംഗത്തിന് പോകാറില്ല. പോയാൽ തന്നെ എങ്ങും തൊടാതെ ഒരു പ്രസംഗത്തിന് പോവുക. ഇതിൽ ഇദ്ദേഹം വ്യക്തമായിട്ട് ചൈന നമ്മുടെ ശത്രുവാണ്. ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമുക്ക് 3 ശത്രുക്കളാണ്. അപ്പോൾ 1 പാകിസ്ഥാൻ, 2 ചൈന, 3 അദ്ദേഹം പറഞ്ഞു തുർക്കി. ചൈന, തുർക്കി, പാകിസ്ഥാൻ, 3 പേര്. 4 എന്നടയ്ക്ക് പറയാൻ കാര്യം എന്താ? ആ പ്രസംഗത്തിൽ നമുക്ക് കേട്ടാലറിയാം, പുള്ളി 4 എന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് 4 എന്ന് പറയുന്നത്. പിന്നെ അത് വേണ്ടാന്ന് വിചാരിച്ചിട്ട് 3 ആക്കുന്നു. ഈ 4 അമേരിക്കയാണ്. അത് പറയണ്ടെന്ന് വിചാരിച്ചിട്ട് പുള്ളി തിരിച്ച് 3ലേക്ക് വന്നു. ചൈനയുടെ പേരെടുത്ത് പറഞ്ഞു. ചൈന ലൈവായിട്ട് നമ്മുടെ ലൊക്കേഷനും ഡാറ്റയും പാകിസ്ഥാന് കൊടുത്തുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞു. സ്തോഭജനകമായൊരു കാര്യവും പുറത്തു വിട്ടു. ഈ സീസ്ഫയർ ഓർ വാട്ട് എവർ ഇറ്റ് ഈസ്, അത് DGMO തലത്തിൽ ചർച്ച നടക്കുമ്പോൾ പാകിസ്ഥാൻ നമ്മളോട് പറയുന്നു, നിങ്ങളുടെ വിമാനങ്ങൾ എവിടെയാണ് ഇട്ട് വെച്ചിരിക്കുന്നത് ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ ഏത് സ്റ്റേഷനിലാക്കിയാണ് അത് വരാൻ സാധ്യത എന്ന് ഞങ്ങൾക്കറിയാം, നിങ്ങളത് ചെയ്യരുത്. ഇന്ത്യ പറഞ്ഞു, നിങ്ങൾക്കറിയാം എന്നുള്ളത് ഞങ്ങൾക്കറിയാം, നിങ്ങൾക്ക് പക്ഷേ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. ഞങ്ങൾ ഏത് ടാർഗറ്റാണോ വരുത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അത് ചെയ്തിരിക്കും. അപ്പോൾ രാഹുൽ ആർ സിംഗ് പറയുന്നത്, ഈ വിവരം ചൈനയാണ് പാകിസ്ഥാന് കൊടുത്തുകൊണ്ടിരുന്നത് ലൈവായിട്ട്. നമ്മളുടെ ഓരോ വിമാനവും ഓരോ ആയുധവും എവിടെ വിന്യസിച്ചിരിക്കുന്നു എന്നുള്ള വിവരം മിനിറ്റ് ബൈ മിനിറ്റ്, സെക്കൻഡ് ബൈ സെക്കൻഡ് പാകിസ്ഥാന് ചൈന കൊടുത്തുകൊണ്ടിരുന്നു. നമുക്കതുകൊണ്ട് ദോഷമൊന്നും ഉണ്ടായില്ല. കാരണം പാകിസ്ഥാൻ വിചാരിച്ചാൽ നമ്മളെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ വിവരം അറിഞ്ഞു, ശരി, വിവരം അറിഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പോകാൻ? ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല അവന്. പക്ഷെ ആ വിവരം 3ാമതൊരാൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ പുള്ളി ഉപയോഗിച്ചത് കില്ലിങ് ഓർ വൂണ്ടിങ് വിത്ത് എ ബോറോഡ് നൈഫ്. ഇതാണ് ചൈനയുടെ ഒരു തന്ത്രം. കത്തിക്ക് കുത്തും, പക്ഷേ ആ കത്തി കടം വാങ്ങിച്ചാണ്. അതാണ് പാകിസ്ഥാനെ വെച്ച് ഇന്ത്യയെ കുത്തുക. അപ്പോൾ നമ്മൾ പാകിസ്ഥാനാണ്, ബട്ട് കുത്തിയിരിക്കുന്നത് ചൈനയാണ്. ഈ പരിപാടി ചെയ്യുന്നു തുറന്നങ്ങ് പറഞ്ഞു. ഇതൊക്കെ അവിടെ ഓപ്പണായിട്ടല്ലേ പറയുന്നു. യൂട്യൂബ് വഴിക്ക് ലോകം മുഴുവൻ എത്തുകയാണ് രാഹുൽ ആർ സിംഗിൻ്റെ പ്രസംഗം. അപ്പോൾ വളരെ അഗ്രസീവായിട്ട് നമ്മൾ പോകുന്നു. രാജ്നാഥ് സിംഗ് ഒപ്പിടാതെ അവിടെ നിന്ന് ചൈനയിൽ തന്നെ തിരിച്ചു വരുന്നു. ഈ ഡെപ്യൂട്ടി ചീഫ് ഇങ്ങനെ പ്രസംഗിക്കുന്നു. മോദി ബ്രിക്സിൽ ഈ വിഷയം കൊണ്ടുവരുന്നു.
ഇങ്ങനൊരു റെസൊല്യൂഷൻ പാസ്സാക്കണം. മാത്രമല്ല മോദി പറഞ്ഞു ഈ ടെററിസത്തിനെതിരായ സംസാരം അത് സെലക്റ്റീവ് ആകാൻ പാടില്ല. ഇറ്റ് ഷുഡ് നോട്ട് ബി എ മാറ്റർ ഓഫ് കൺവീനിയൻസ്. നമുക്ക് സൗകര്യമുള്ളപ്പോൾ പറയുക, അല്ലാത്തപ്പം മിണ്ടാതിരിക്കുക. അങ്ങനെ ആകരുത്. ഇറ്റ് ഷുഡ് ബി എ മാറ്റർ ഓഫ് പോളിസി. ടെററിസത്തിന് നമ്മൾ എതിരാണ്. അത് ഏത് തരത്തിൽ ഏത് രാജ്യത്തിൽ എവിടെ നടന്നു കഴിഞ്ഞാലും വി ആർ അഗൻസ്റ്റ് ദാറ്റ്. അങ്ങനെ ഒരു പോളിസി ഡിസിഷൻ എടുക്കണം. കൺവീനിയൻസ് അനുസരിച്ച് അവനെ തല്ലിയാൽ കുഴപ്പമില്ല, അവൻ എന്നെ തല്ലിയാൽ കുഴപ്പമാണ്. അങ്ങനെയുള്ള പരിപാടി പറ്റില്ല. ഇതൊക്കെ പബ്ലിക്കായിട്ട് പറയുകയാണ്. ഇന്ത്യ ഈസ് ബിക്കമിങ് സ്ട്രൈഡൻറ്റ് ഡേ ബൈ ഡേ. ഏകദേശം എല്ലാവരുമായിട്ടും മോദി ഇപ്പോൾ ഉടക്കിലാണ്. നമ്മളോട് സ്നേഹമായിട്ട് പെരുമാറാത്തവരോടെല്ലാം നമ്മളും പോടാപ്പില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ പോകുന്നു. അതേസമയം ഒരു വാസ്റ്റ് നെറ്റ്വർക്ക് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നു. അതാണ് ഈ ട്രിനിഡാഡ് ടൊബാഗോ, അർജൻറ്റീന, ഘാന, അവിടെയൊക്കെ പോയില്ലേ. ഇവിടെ കയ്യിലൊക്കെ ഈ നമ്മുടെ മിനറൽസ് ഉണ്ട്, അപൂർവ ധാതുക്കളുണ്ട്, സ്വർണമുണ്ട്. അപ്പോൾ ഇവരുമൊക്കെ ആയിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആവശ്യത്തിനുള്ള സാധനങ്ങൾ നമുക്ക് കിട്ടും. ഈ വലിയ രാജ്യങ്ങൾ, അമേരിക്ക നമ്മളെ പേടിപ്പിക്കേണ്ട. കാരണം 10 ചെറിയ രാജ്യങ്ങൾ നമ്മുടെ കൂടെയുണ്ട്, അവഗണിക്കപ്പെട്ട രാജ്യങ്ങൾ. അവരെ പരിഗണിക്കാൻ മോദി തീരുമാനിച്ചു. ഇതെല്ലാം ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ബാക്കി പത്രമാണ് കേട്ടോ. ഓപ്പറേഷൻ സിന്ദൂറിൽ എല്ലാ രാജ്യങ്ങൾക്കും മനസ്സിലായി ഇന്ത്യ തന്നെത്താൻ എണീറ്റ് നിൽക്കുക മാത്രമല്ല, ഇന്ത്യയുടെ കൂടെ ചേർന്നാൽ നമ്മളെയും കൂടെ സംരക്ഷിക്കാനുള്ള കപ്പാസിറ്റി അവർക്കുണ്ട് ഇന്ത്യക്ക് എന്ന് മനസ്സിലായി. അതുകൊണ്ട് എല്ലാവർക്കും വലിയ ഉത്സാഹം. അല്ലെങ്കിൽ ഒരു രാജ്യത്തലവൻ വന്നു എന്ന് പറഞ്ഞിട്ട് ഈ അവാർഡ്, മെഡൽ, അത് ഇതൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. പുള്ളിയെ സ്വീകരിക്കുക, ശാപ്പാട് കൊടുക്കുക, ചർച്ച നടത്തുക, പോവുക, ഇത്രയല്ലേ ഉള്ളൂ. ബട്ട് മോദി പോയിടത്തെല്ലാം പുള്ളിക്ക് സ്വർണ്ണപ്പതക്കം കൊടുക്കുന്നു. അങ്ങനെയാണ് ഇങ്ങനെയാണ്. ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ നിന്ന് ഒരാൾ വരുന്നത് എന്നൊക്കെ പറയുന്നു. അവിടെയൊക്കെ ഒറിജിനൽ ഇന്ത്യക്കാരുണ്ട് താൻ. ഇന്ത്യൻ വംശജർ ഒരുപാടുള്ള സ്ഥലങ്ങളാണ് ഈ ഘാനയും ട്രിനിഡാഡ് ടൊബാഗോ, അർജൻറ്റീന, അവിടെയൊക്കെ. അപ്പോൾ ഈ രീതിയിൽ ഇന്ത്യ വലിയൊരു വല വിരിക്കുന്നു. ഇനിയിപ്പോൾ റഷ്യയും നമ്മളെ കൈവിട്ടു എന്ന് വയ്ക്കുക. അപ്പോൾ പോലും നമ്മളെ സഹായിക്കാനായിട്ട് ഈ രാജ്യങ്ങളെല്ലാം ഉണ്ടാകും. ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങൾ, ജപ്പാനുണ്ടാകും. ആ രീതിയിൽ ബന്ധങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നു. ഇത് ഇൻ്റർനാഷണൽ കളികൾ ഇങ്ങനെ തന്നെയാണ്. ഗെയിം എന്നാണ് അതിന് പറയുന്നത് തന്നെ. അപ്പോൾ ആ ഗെയിം ഇന്ത്യയും കളിക്കുന്നു, അല്പം അഗ്രസീവായിട്ട് കളിക്കുന്നു. ഇതുവരെ നമ്മൾ ഡിഫെൻസീവിലായിരുന്നു, നമ്മുടെ കോർട്ടിലായിരുന്നു കളി നടന്നുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മൾ ആ കളി മാറ്റിയിട്ട് ഓപ്പോസിറ്റ് പാർട്ടിയുടെ കോർട്ടിലാണ് ഇപ്പോൾ നമ്മുടെ കളി. എന്തെല്ലാം ട്രംപ് പറഞ്ഞില്ല, ഞാൻ അതിന് താരിഫ് ചെയ്യും, ഇതിന് താരിഫ് ചെയ്യും, ഞാൻ സമ്മതിക്കില്ല, അതില്ല ഇതില്ല എന്ന് പറഞ്ഞു. ഇപ്പോഴും ഇന്ത്യ അതിൽ ഒപ്പിട്ടിട്ടില്ല. ഇന്ത്യൻ ടീം അമേരിക്കയിലുണ്ട്, നെഗോസിയേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു, ഒപ്പിട്ടിട്ടില്ല. ഇപ്പോൾ 9-ാം തീയതി, നാളെയോ മറ്റന്നാളെയോ മറ്റുമാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. ഇല്ലെങ്കിൽ ഞാൻ തീർത്ത് കളയും. താൻ തീർക്കുന്നെങ്കിൽ തീർക്കും. നമ്മൾ ഒട്ടും വിട്ടു കൊടുക്കാതെ നിൽക്കുകയാണ്. അമേരിക്കയെ പേടിക്കുന്ന പ്രശ്നമില്ല, ചൈനയും പേടിക്കുന്ന പ്രശ്നമില്ല, ആരെയും പേടിക്കുന്ന പ്രശ്നമില്ല. മാത്രമല്ല അങ്ങോട്ട് തുറിച്ചു നോക്കി മെക്കിട്ട് കയറി വഴക്കുണ്ടാക്കാൻ വരെ റെഡിയായ ഒരു പോക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പുറത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്, ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിവെച്ചിട്ടില്ല. അത് തൽക്കാലം ഒന്ന് പോസ് ബട്ടൺ ഞെക്കിയിരിക്കുകയാണ്. ഏത് സമയത്തും അത് റീസ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ട് ഈ ചൈനയ്ക്ക് ഒരു ആഘാതം കൊടുക്കുന്നില്ലേ? നമ്മൾ അവിടെ ബ്രിക്സിൽ ചെന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നു, ചൈന നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പം എല്ലാവരും സംയുക്തമായിട്ട് ഇത് ഒപ്പിട്ടു. ആഘാതമൊന്നുമല്ല. ചൈന ഒരു വലിയ ശത്രുവാണെങ്കിലും വലിയ സമർത്ഥനായ വലിയൊരു രാജ്യമാണ്. അവർ സാമ്പത്തിക ശക്തിയാണ്, സൈനിക ശക്തിയാണ്. അവർക്ക് ആഘാതമൊന്നുമില്ല. അവരതങ്ങനെ മൈൻഡ് ചെയ്യാറുമില്ല. അവർ പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുകയില്ല. അത്യപൂർവമേ എന്തെങ്കിലും പറയുള്ളൂ. അല്ലെങ്കിൽ അവർ അക്ഷരം മിണ്ടാതിരിക്കും. ആകാശം ഇടിഞ്ഞു വീണ് കഴിഞ്ഞാൽ പോലും ചൈന ഒരക്ഷരം വിടുകയില്ല. അവരുടെ പട്ടാളക്കാരെ അവരെങ്ങും വിടുകയില്ല. ബട്ട് സകല യുദ്ധത്തിലും അവർ ഒരാളെ അല്ലെങ്കിൽ വേറൊരാളിനെ അവരിങ്ങനെ പ്രോംപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് രാഹുൽ ആർ സിംഗ് പറഞ്ഞത്, ചൈനയ്ക്ക് ഒരു ലൈവ് ലബോറട്ടറി കിട്ടിയ ഓപ്പറേഷൻ സിന്ദൂർ കാരണം. ചൈനയുടെ പ്രോഡക്ട്സ്, അവരുടെ വിമാനം, അവരുടെ ആൻറ്റി ഗൺസ് ഉണ്ടല്ലോ, മറ്റേ
ഡിഫൻസിന് ഉപയോഗിക്കുന്നു, നമ്മുടെ വിമാനത്തെ തകർക്കാൻ ഉപയോഗിക്കുന്നതൊക്കെയുള്ള റഡാർ സിസ്റ്റം ഒക്കെ, ഇതെല്ലാം അവർക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റി ഈ ഓപ്പറേഷൻ സിന്ദൂർ കൊണ്ട്. അത് ഭാഗികമായ പരാജയമാണെന്നും അവർക്ക് മനസ്സിലാകുകയും ചെയ്തു. അപ്പോൾ അതനുസരിച്ച് അവർ ഇനി മോഡിഫൈ ചെയ്യും അവരുടെ ആയുധങ്ങളും വിമാനങ്ങളും എല്ലാം. ശരിക്കും പറഞ്ഞപ്പോൾ ചൈന ഒന്ന് ഇന്ത്യയെ ഭയക്കുന്നുണ്ടല്ലേ? കാരണം ഇന്ത്യ ഇത്തരം കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടില്ല. അവരുടെ ആയുധങ്ങളെ തകർക്കാൻ പറ്റി, നമ്മുടെ വ്യോമ പ്രതിരോധം കുറച്ചുകൂടെ ഭയക്കുന്നില്ല. പക്ഷേ ഇന്ത്യയെ പറ്റിയുള്ള അവരുടെ അസസ്മെൻറ്റ് അവർ ഒന്ന് മാറ്റി നമ്മൾ വിചാരിച്ച പോലെ അല്ല എന്നാക്കിയിട്ട് റീഅസസ് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. പേടിക്കാറൊന്നുമായിട്ടില്ല, അവർ പേടിക്കില്ല അങ്ങനെ. നോക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.